MK ഷുക്കൂർ കൂടി വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ഷുക്കൂർ, ഇവിടെ നോക്കൂ, എല്ലാ പ്രതികളെയും കോടതി വെറുതെ വിടുകയാണ് ഉണ്ടായത്. ഇതിൽ അന്വേഷണത്തിലെ വീഴ്ച, വിചാരണ വേളയിൽ കുറ്റം തെളിയിക്കാൻ, പ്രതികൾക്കെതിരായ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഇതൊക്കെയാണോ കേസിലെ തിരിച്ചടിക്ക് കാരണമായതായി കരുതുന്നത്? പ്രാഥമികമായി ഈ പ്രതികൾക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിധിയുടെ വിശദാംശങ്ങൾ ഇനിയും വരുന്നതേയുള്ളൂ. ഏതായാലും ഹൈക്കോടതിയെ സമീപിക്കുമെന്നതിനാൽ തന്നെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 13 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത്തരമൊരു കൊലപാതകം നടന്നത്. കേരളത്തിൽ അന്ന് വലിയ രാഷ്ട്രീയ ചർച്ചയായ ഒരു കൊലപാതകം കൂടിയാണിത്. വിചാരണ വേളയിൽ SFI KSU പ്രവർത്തകർ മൊഴിമാറ്റുന്ന സംഭവം കൂടി ഉണ്ടായിരുന്നു. ആ അർത്ഥത്തിലും വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടായിരുന്നു. കോന്നി NSS കോളേജിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു വിശാൽ. 2012 ജൂലൈ 16 വിശാലിന് കുത്തേൽക്കുന്നത്. കോളേജിലെ നവാഗതർക്ക് സ്വാഗതം ആശംസിക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് സ്ഥലത്തെത്തിയ വിശാൽ ഉൾപ്പെടെ ഉള്ളവരെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കുത്തി പരിക്കേൽപ്പിച്ചു എന്നായിരുന്നു കേസ്. പിന്നീട് ആശുപത്രിയിൽ വെച്ചാണ് വിശാൽ കൊല്ലപ്പെടുന്നത്. ഈ പന്തളം സ്വദേശികളായ നാസിം, ഷെഫീഖ്, അൻസാർ, ഫൈസൽ, ഷെഫീഖ്, ആസിഫ് മുഹമ്മദ്, സനൂജ്, ചെറിയനാട് സ്വദേശികളായ ആഷിഖ്, നാസിം, അൽതാജ്, സഫീർ, അഫ്സൽ, വെൺമണി സ്വദേശിയായ ഷമീർ റാവുത്തർ തുടങ്ങിയവരാണ് ഈ കേസിലെ പ്രതികൾ. ഇവരെ എല്ലാം തന്നെ വെറുതെ വിട്ടുകൊണ്ടാണ് ഇപ്പോൾ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകും. യെസ് ഷുക്കൂർ, ഇതിൽ ഇപ്പോൾ വെറുതെ വിടാൻ കാരണം എന്ന് പറയുന്നത് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയ ഒരു കുറ്റവും തെളിയിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അത് സാധൂകരിക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിനോ പ്രോസിക്യൂഷനോ കഴിഞ്ഞില്ല, അതല്ലേ കാരണം? ഒന്നുകിൽ ഈ യഥാർത്ഥ പ്രതികളെ ആയിരിക്കണമെന്നില്ല പോലീസ് അറസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഈ പ്രതികളായിട്ടും അവർക്കെതിരെയുള്ള തെളിവുകൾ സ്ഥാപിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്തായാലും ആ വിധിയുടെ വിശദാംശങ്ങൾ വരുന്ന മണിക്കൂറുകൾ നമുക്ക് ലഭ്യമാകും. നിലവിൽ ഈ കേസിന്റെ വിധിയിൽ പ്രോസിക്യൂഷൻ ഒട്ടും തൃപ്തരല്ല. വളരെ ഇതിന്റെ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടെല്ലാം വലിയ RSS BJP ഇടപെടലുകളും ഒപ്പം തന്നെ ന്യായമായി നടത്തുന്നില്ല എന്നുള്ള ആരോപണങ്ങളും അവർ ഉയർത്തിയിരുന്നു. പിന്നീട് RSS BJP നേതൃത്വം ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള അഭിഭാഷകനെ പ്രോസിക്യൂഷനായി വെക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിധി വന്നിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഇത് വീണ്ടും വലിയ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. ഇത് സംബന്ധിച്ച ഒരു പ്രതികരണം അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകും. യെസ്, ഇതിൽ പ്രതികളെല്ലാം ജയിലിലാണോ ഉള്ളത്, അതോ ജാമ്യം ലഭിച്ച് പുറത്താണോ ഉള്ളത്? പ്രതികൾക്കെല്ലാം തന്നെ ജാമ്യം ലഭിച്ച് പുറത്തു വന്നിരുന്നു. ആ അർത്ഥത്തിൽ പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്നാണ് ആ സമയത്ത് ജാമ്യം ലഭിച്ചത്. പിന്നീട് ഇപ്പോൾ പ്രതികൾ എല്ലാം തന്നെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരായി. അപ്പോഴാണ് പ്രതികളെല്ലാം തന്നെ നിരപരാധികൾ എന്ന് കണ്ട് കോടതി വെറുതെ വിട്ടത്.